ഇനി നമ്മുടെ ഭാവി പരിപാടികൾ എന്താ? ഭാവി പരിപാടികൾ ഞാൻ പറയാം. ഇത് പുഴുങ്ങുക, ഇഡ്ഡലിയാക്കുക, സാമ്പാർ ഊട്ടി വിഴുങ്ങുക. ഈ അഡ്രസ്സിൽ 5 രൂപ കൊടുത്ത് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. പിന്നീട് ഐഡിയ ഒക്കെ മണി പോലെ വന്നോളും. ആ പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന? തമാശ അല്ല, ഇത് സീരിയസാ. ഒരു കല്യാണത്തിന്റെ പ്രശ്ന. എന്ത് പ്രശ്നം? നേരത്തെ ഏറ്റിരുന്ന വെപ്പുകാര് കാലു മാറി. അതിനിപ്പോ നമ്മളെന്ത് ചെയ്യാനാ? നമുക്ക് പലതും ചെയ്യാനുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവും മക്കളൊക്കെ ഉണ്ട്. ഫാമിലി ലൈഫ് എങ്ങനെ? അങ്ങനൊക്കെ തന്നെ. ദഹനക്കാരൻ ഗോവിന്ദനാശാന്റെ എന്റെ മുത്തശ്ശനാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ. ഇങ്ങനെ തെക്കേ കോവിലത്തെ കൊച്ചി തമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ ആ അടപ്രഥമന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. ഇപ്പൊ മനസ്സിലായി നമ്മളാരാണാവോ? ഞാനോ? വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ? ഒന്ന് നിർത്തണേ, കൊറേ നേരായി പല്ലില്ലാണ്ട്. പൂട്ടാ, ചരക്ക് റെഡിയായി. എണ്ണ എടുത്തിട്ട് വാ. എണ്ണ എടുത്തിട്ട് വരാൻ. പിന്നെ ഈ മലക്കരയൊക്കെ ആ ചരക്ക് അടുപ്പേ കയറാൻ പറ. ഇതൊന്ന് പിടിച്ചേ. സോറി. എന്നോട് വലിച്ചെടുത്തേ. ഇന്നലത്തെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞാട്ടെ. എന്താണ്? വെനി വെനി റിട്ടേൺ ഓഫ് ദി ഡ്രാഗൺ. നല്ല ഇംഗ്ലീഷ് നിർത്ത്. വരൂ. ലക്കി വിഷസ്. സൗകര്യങ്ങളൊക്കെ നാളും പിറന്നാളൊക്കെ ഇവനല്ലേ അറിയുള്ളൂ. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോയാനല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും കളിയാക്കേയുള്ളൂ. പ്രായത്തിനെങ്കിലും ബഹുമാനിക്കുന്ന കുട്ടി. പോട്ടെ അങ്കിളെ. അങ്കിളെ കള്ളനാണെങ്കിൽ അവൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ ഒപ്പിച്ചു. അയല് വലിയ കാര്യമൊന്നുമില്ല. അതാർക്കപ്പ പറ്റാത്ത. പിന്നെ അതൊന്നും ഒരു ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ചുമ്മാ ഇരിടോ. എങ്ങനെ അതൊന്നും ഒരു ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു എലിമോന്ത ഞാൻ ഒറ്റ വീക്ക് വിളിക്കാറില്ല. കാഞ്ഞിരക്കായുപ്പിലിട്ടത് മോള് തിന്നോടി. ഇപ്പം കാട്ടുതേനുണ്ണാന് കുഞ്ഞിന് പേടിയായോടി. എങ്ങിനിരുന്നാലും എന്തെല്ലാം വന്നാലും എന്നാലും ഒന്നാണ് നമ്മളൊന്ന്. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ബാലുവിന് നീതുനെ വീണ് കിട്ടി.
നമുക്ക് ഈ ചായക്കടയിലൊന്ന് അന്വേഷിക്കാം. ആ നമസ്കാരം. 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 ഞങ്ങൾ ചതിയംകുളങ്ങര ദേവീക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിക്കാരാ. ഇത് മേൽശാന്തി. സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ദേ, ഞാൻ ഒറ്റ മറ്റു ചവിട്ട്. കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. മതി, മതി. ഇവിടെ അടുത്ത് കരുണൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് എവിടെയാ? ഓ, ദാനശീലം കാരണം ആ, സാറേ. അതന്നെ. ആ. അമ്പലത്തിനായാലും പള്ളിക്കായാലും മരുന്നിനായാലും കല്യാണത്തിനായാലും വാരി കോരി കൊടുക്കും. അല്ല നമ്മളെ സുഖീനല്ലത്. എന്റെ കർത്താവ് ഇത് ആകെ പ്രശ്നമാവല്ലോ. കർത്താവ് എന്നൊന്നും പറയരുതെന്ന് ഓർക്ക് മനസ്സിലാവൂലെന്ന്. അദ്ദേഹത്തിന്റെ വീട് ഏത് ഭാഗത്തായിട്ട് വരും? ദേ നേരെ നടക്കുക, ഒരു 200 വാര. ആ പാലം കടന്ന് വലതുവശത്ത് കാണുന്ന ആദ്യത്തെ ഓടിട്ട വീട്. ഇത്രയും പഴയ വീട്ടിൽ കയറിയാ വല്ലതും കിട്ടുമോ? താൻ പുതിയ വീട്ടിൽ പോയി കയറ്. ഇവിടെ വല്ലതും കാണത്തുള്ളൂ. കയറ് വേണ്ടി വരൂ. എന്തിനാ തൂങ്ങിച്ചാവാനാ? ഒന്നും മിണ്ടാതിരിക്കടോ. ഒരു താക്കോലും ഇഷ്ടപ്പെടാത്തൊരു കൂട്ട്. ഒരു പൂട്ടുണ്ടാക്കി വെച്ചേങ്ങനതേ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ. എന്തിനാ ഇത് രാത്രി കാലങ്ങളിൽ പൂട്ടി? ലൈറ്റ് ഒന്ന് അടിച്ചോളൂ. ഒന്ന് മാറി. ഇവനും തുറന്നു വെച്ചാൽ എന്താ ചെയ്യാ? കോളിംഗ് ബെൽ അടിച്ചാലോ? എന്താ വെളിച്ചത്തെ പേടിയാണല്ലേ? ഇരുട്ടിനോടാണ് താല്പര്യം. പരിശീലനം പോരാ. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് മോഷണത്തിന് ഇറങ്ങിയത് അല്ലേ? ജീവിക്കാൻ മാർഗമില്ലാത്തവർക്കെല്ലാം പറ്റിയ പണിയല്ല മോഷണം. അതൊരു കലയാണ്. മോഷ്ടിക്കാൻ കേറുമ്പോ ആദ്യം എന്ത് ചെയ്യണം? ശരിക്കും അറിയില്ല. രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. എന്ത് ചെയ്യണം? രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നിടണം. പക്ഷെ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ വേണം. സർ, ഞങ്ങൾ മോഷ്ടാക്കൾ മനസ്സിലായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മോഷണത്തിന് ന്യായീകരണമില്ല. അനങ്ങരുത്. സർ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഒരബദ്ധം പറ്റിയതാ. മോഷണത്തിന് തീരുമാനിച്ചിറങ്ങിയതോ അതോ ഇവിടെ ഇങ്ങനെ എന്റെ മുമ്പിൽ അകപ്പെട്ടതോ? ഏതാണ് ഈ അബദ്ധം? ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോ ആരെങ്കിലും സമ്പാദിച്ച മുതലൊക്കെ കട്ടെടുക്കാവെന്ന് കരുതി. പക്ഷെ വിദഗ്ധമായി മോഷ്ടിച്ച് വിജയാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചിയുണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? ഓർത്തിട്ടുണ്ടോ? ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞങ്ങൾ ഈ പണി ചെയ്യത്തില്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യും? കർത്താവിനെ ഓർത്ത് പോലീസിനെ കൊണ്ട് തല്ലിക്കരുത്. അതിന് ഞാൻ പോലീസിനെ വിളിച്ചില്ലല്ലോ. പടച്ചോനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടാ മതി, നമ്മൾ പോയിക്കോളാം. പോകാതിരിക്കാൻ ഞാൻ ആരുടെയും കൈയും കാലും കെട്ടിയിട്ടുമില്ല. കഴിഞ്ഞ ദിവസത്തെ പത്രം, ഇതിലൊരു വാർത്തയുണ്ട്. കല്യാണ വീട്ടിൽ മോഷണം, വധു ആത്മഹത്യ ചെയ്തു. വളരെ ദൂരമൊന്നുമല്ല, ഇവിടെ അടുത്താണ്. ഒരു സാധു മനുഷ്യൻ അയാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടി കിടപ്പാടം പോലും വിറ്റ്
സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി. കല്യാണത്തിന് തലേ ദിവസം അവിടെ പാചകക്കാരായിട്ട് ചെന്നവര് ആ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അന്ന് ആ കല്യാണപ്പന്തലിൽ അണിഞ്ഞൊരുങ്ങി നവവധുവായി നിൽക്കേണ്ട ആ പെൺകുട്ടി തന്റെ സകല സ്വപ്നങ്ങളും തകർന്നു എന്നറിഞ്ഞപ്പോ ഒരു കഷ്ണം കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചു. ഏതോ ഒരു പെണ്ണിന്റെ മരണവാർത്ത കേട്ടപ്പോ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? ഒന്നുമില്ല സാർ. ഉണ്ട്. ഒന്നുമില്ല സാർ. അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് നടന്ന എല്ലാ മോഷണങ്ങളുടെയും പിന്നിൽ നിങ്ങളുണ്ട്. ഇല്ല സാർ, ദയവ് ചെയ്ത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളിത് ആദ്യമായിട്ടാ പിടിക്കപ്പെടുന്നത് അല്ലേ? അല്ല, മോഷ്ടിക്കുന്ന. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. കള്ളന്മാർക്ക് കൈ കിട്ടുന്നത് എന്തും മോഷ്ടിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു ലോകം തന്നെ കീഴടക്കാം, രാജാവാകാം. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ പശ്ചാത്തപിക്കാം, ശരിയല്ലേ? അതെ സാർ. പക്ഷെ നമ്മുടെ കയ്യബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവൻ തിരിച്ചു നൽകാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സ്, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ശരീരം, ഇതെല്ലാം പ്രായം മനുഷ്യന് തരുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഒരിക്കൽ മനസ്സ് ചെല്ലുന്നിടത്ത് കൈ എത്താതാകും. കാലത്തിന്റെ വികൃതി. അന്ന് മനസാക്ഷി നൊമ്പരപ്പെടും. ഞാനതാണ്. ഇവിടുന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചു? പറയൂ, ധൈര്യമായി പറയൂ. കൈ കിട്ടുന്നത് എന്തും. ഓ, വെളിച്ചം പ്രശ്നമാണല്ലോ അല്ലേ? ഞങ്ങളെ തിരിച്ചു പോകാൻ അനുവദിക്കണം. ശരി, പൊയ്ക്കോളൂ. ഇതിലേ അല്ല, അതാണ് നേർവഴി. നിക്ക, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. പകലായാലും രാത്രിയായാലും മാന്യമായി ഈ വഴിയിലൂടെ. പന്ത്രണ്ടാനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ഒരു കാവലും ഇല്ല. ആ നിമിഷം അങ്ങർക്ക് പോലീസിനെ വിളിക്കാൻ പറ്റുമായിരുന്നു. വിളിച്ചില്ലല്ലോ, അതാണ് കർണേട്ടൻ. അതെ, വിളിച്ചില്ല. ഇനിയിപ്പൊ നമ്മളെ 4 ആളെയും വിളിച്ച് പോലീസിനെ റെഡിയാക്കി നിർത്തി തല്ലി ചമ്മന്തി ആക്കാനാവും. എനിക്ക് എന്താണാവോ അയാളുടെ രൂപവും ഭാവവും ഈ കര 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 എന്നുള്ള ശബ്ദവും ആള് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും. താനെന്താ ഈ അവണക്കണ്ണ കുടിച്ച പോലെ? എന്തു പറയാനാ, കള്ളൻ കള്ളനായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവനെന്താ അവകാശം? ശരിയാണ്, കള്ളന്മാർക്ക് വലുത് സ്നേഹമല്ല, പൈസ തന്നെ. അബു, നമ്മളാരും ജനിച്ചത് കള്ളന്മാരാവാനല്ലോ. പക്ഷെ എന്താ ചെയ്യാ, ആയി പോയില്ലേ. ആയ സ്ഥിതിക്ക് അങ്ങനെ അങ്ങോട്ട് ജീവിക്കുക. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഇനി ഇപ്പൊ അയാൾ എത്ര വിളിച്ചാലും അങ്ങോട്ട് പോണ്ട. നമ്മളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്ന കർണേട്ടനാ. പക്ഷേ അവിടെ നീതുവും കൂടി ഉണ്ട്. അവള് വരുമോന്ന് ചോദിച്ചു. നിങ്ങളുടെ സംഭവം നോക്കാതെ നമ്മൾ എല്ലാവരും ചെല്ലുമെന്ന് ഞാൻ ഉറപ്പും കൊടുത്തു. അവൾക്ക് വേണ്ടിയല്ല, അവളുടെ ഡാഡിക്ക് വേണ്ടി. അതെ, എനിക്ക് ഈ 2 കാലും കയ്യേ ഉള്ളൂ. അതങ്ങോട്ട് തല്ലി ഒടിച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്താ നിനക്ക് തൃപ്തിയായില്ലേ? എനിക്കത് ഓർക്കുമ്പോ പേടിയാവുക. ഏതായാലും അത്രയുടെ വരെ ഒന്ന് പോയി നോക്കാം. ലോകം കണ്ട മനുഷ്യനല്ലേ, പോയാ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ? ഓണം കിട്ടും. പോയാൽ ഒരു കാര്യം ഉറപ്പാ, 4 മയ്യത്ത് റെഡിയാവും. അങ്ങനെ സംഭവിച്ചാൽ ബാലു ചത്തിട്ടേ രണ്ടാമതൊരാൾ ചാവും. നമ്മൾ 4 പേരും ഒരു ശരീരവും ഒരു മനസ്സുമാണെന്നാണ് ഞാൻ കരുതിയത്.
വരുന്നവർക്ക് എന്നോടൊപ്പം വരാം. ഏതായാലും ഞാൻ പോവും. ഞാൻ പോവും. എന്ത് പറയുന്നു? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മറ്റെന്ത് തൊഴിൽ ചെയ്യാനാണ് സാർ? നല്ല ചോദ്യം. ലോകത്തെല്ലാരും ജീവിക്കാൻ വേണ്ടി ഈ തൊഴിലാണോ ചെയ്യുന്നത്? പറഞ്ഞ അബദ്ധാവോ എന്തോ. അത് ഉറപ്പാണല്ലോ. ഒക്കെ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? 3 തലമുറയായിട്ട് ഞങ്ങൾക്ക് ഈ മോഷണത്തിന്റെ ഏർപ്പാടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വേണ്ട, മൂപ്പർക്ക്. നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ പറയണം. അതുകൊണ്ട് പെട്ടെന്ന് അത് വിട്ട് വേറൊരു തൊഴിലിൽ ഏർപ്പെടാന്ന് വെച്ചാ എങ്ങനെയാ നടക്കുക? അത് ശരിയാ. നായ നടുക്കാരിൽ ചെന്നാലും ശരി, അത് നക്കിയേ കുടിക്കുള്ളൂ. എന്ന് പറഞ്ഞ റൊക്കി ഒരു നക്കിയാണെന്നല്ലേ നീ പറഞ്ഞത്? നീയും കള്ളനാ, അത് മറക്കണ്ട. ഒന്നും മിണ്ടാതിരുന്നു. എന്തെങ്കിലും ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാകട്ടെ ബാലു, ഇവിടെ ഇല്ലാത്തതാ. നീ ഇത് ഇവിടെ ഉള്ളപ്പോ ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, ചുരുക്കം ചില അവധി ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞ ബാക്കി സമയം വെറുതെ ഇങ്ങനെ ചിറ്റിത്തിരിയ. അതിന് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ ഇവിടെ. ചിലപ്പോ ഭക്ഷണം കഴിക്കാൻ പോലും ആളെ കിട്ടൂല. അല്ല, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. ആ എന്താ? അല്ല, ഈ കള്ളന്മാരൊക്കെ വിളിച്ചെടുത്ത് ചായയും കാപ്പിയൊക്കെ കൊടുക്കലേ. ഈ മനുഷ്യന്മാരാണല്ലോ കള്ളന്മാരാകുക. അത് നേരാ, ഈ നാൽക്കാലികളൊന്നും മോഷ്ടിക്കില്ല. നാൽക്കാലികളെ ചില മനുഷ്യർ മോഷ്ടിക്കാറുണ്ട്. ആ അപ്പം മൃഗീയത്വം മനുഷ്യരിലല്ലേ ഉള്ളത്? ഇപ്പോ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നില്ലേ? ഓരോ പ്രാവശ്യം നിങ്ങൾ ജയിക്കുമ്പോഴും തോക്കുന്ന സമൂഹമാണ്, നഷ്ടപ്പെടുന്ന അവർക്കാണ്. ഐ മീൻ, ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അത്യാവശ്യങ്ങൾക്കായി കരുതി വെക്കുന്ന വിയർപ്പും രക്തവും കണ്ണീരും കലർന്ന അവരുടെ സമ്പാദ്യം അല്പനേരത്തെ സൂത്രപ്പണി കൊണ്ട് നിങ്ങൾ കവർന്നെടുക്കുന്നു. മൃഗീയമല്ലേ അത്? സാരമില്ല, നിങ്ങൾ ഈ തൊഴിൽ തന്നെ തുടർന്നു. എന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടായിരിക്കും. തമാശയാണെന്ന് തോന്നുന്നുണ്ടാവും. അല്ല, ഞാൻ തേടിയ വള്ളി എന്റെ കാലിൽ ചുറ്റിയിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് നിങ്ങളെ ആയിരിക്കാം. സാർ, എന്താണ്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓ, പിടി കിട്ടിയപ്പോ മല മറച്ചാനെ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ മോഷ്ടിക്കണം, പക്ഷെ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. മുന്റെ കുടുക്കലപ്പൊ നമ്മള് വന്നു വിട്ട് കാലം വരെ നമ്മൾ കട്ട് ഞമ്മക്കും വേണ്ടി തന്നെ. ഇപ്പൊ മൂപ്പർക്കും ഷെയർ വേണമെന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. അല്ല, സമൂഹത്തിൽ ഒരു നേരത്തെ ആഹാരം പോലും നിഷേധിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കണം. ആരുടെ മുതലാണ് കയ്യേറേണ്ടതെന്നറിയാവോ? ഈ രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങളെയും സർക്കാരിനെയും നിയമങ്ങളെയും മറികടന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ മുതല് ആർക്കു വേണ്ടി? പാവപ്പെട്ടവർക്ക് വേണ്ടി. ആ ചെയ്യാം സാർ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവുകയാണിപ്പോൾ. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ പശ്ചാത്താപം അത് തന്നെ. തിരുത്താൻ ആരുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനുള്ള പശ്ചാത്താപം. പക്ഷേ ഇനിയും അത് തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. എനിക്കും അന്നതറിയില്ലായിരുന്നു. നീയാ പറഞ്ഞു തരാനും തിരുത്താനും ആരെയും കണ്ടെത്തിയില്ല. 6-ാമത്തെ വയസ്സിൽ വയറ് വിശന്നപ്പോൾ ആദ്യത്തെ മോഷണം നടത്തി. ചോദ്യം ചെയ്ത എന്റെ അമ്മയുടെ മുമ്പിൽ നുണ പറഞ്ഞു. ആദ്യത്തെ നുണ. 1000 കള്ളങ്ങളിലേക്കും കളവുകളിലേക്കുമുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. അങ്ങനെ 35 വർഷം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിദഗ്ധമായ കളവുകൾ, ആർക്കും പിടികൊടുക്കാതെ, കീഴടങ്ങാതെ. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജന്മമാണ്, എന്നിലെ മനുഷ്യനാണ്. ഇനി അത് തിരിച്ചു കിട്ടില്ല. സാർ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതല്ലേ? അതെ, പക്ഷെ നിങ്ങൾക്ക് തിരുത്താൻ ഇനി സമയമുണ്ട്. പറ്റുമോ? പറ്റുമോ? പറ്റും. അമ്മേ ഭഗവതി, ഞാൻ എന്റെ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോവാനാണ്? സഹോദര, ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കല്ലേ. അത് പറയാനടുത്ത് പറഞ്ഞാൽ മതി. വേഗം പിടിക്കണ. ഇല്ല, പിള്ളേരുടെ അച്ഛൻ രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണിത്. ഇത് പൂട്ടി താക്കോൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മുതലും പലിശ 1 മാസത്തിനകം കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ കൊള്ളാം. എന്റെ 2 പിള്ളേരെ ഓർത്ത് ഇത് ചെയ്യല്ലേ. നിങ്ങൾ കൊടുക്കുക ചെയ്യേ. ഞങ്ങളെ ഏൽപ്പിച്ച പണി വിചാരിക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ മാറില്ല.
തള്ളേ സണ്ണിച്ചായൻ പറഞ്ഞതാ നിങ്ങൾ സമയം കളയാതെ വേറെ വഴി നോക്ക് മാറാ. എന്നെ മക്കളെ റോഡ് രണ്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? തള്ളേ ഒരുപാട് നാളായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്. പണമിടപാടിന്റെ കാര്യത്തിൽ ഈ സണ്ണിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ മുതലും പലിശ തന്ന് കടം വീട്ടിക്കൊള്ളാം. വെറുതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറെ നാളായല്ലോ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. സത്യമായിട്ട് തരാം. കേറി കിടക്കാൻ ഒരിടം ഇല്ലാത്തത് കൊണ്ടാ. തള്ളൊന്ന് മനസ്സ് വെച്ചാൽ കേറിക്കിടക്കാൻ നല്ലൊരു ബംഗ്ലാവ് തന്നെ പണിയാല്ലേ. അന്ന് ഞാൻ ആളെ പറഞ്ഞപ്പോ അത്ര രസിച്ചില്ലല്ലേ? അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോ അവറ്റകളെയും കൊന്ന് ഞാനും ചാവും. അല്ലാതെ നിന്റെ ബംഗ്ലാവിൽ കയറി ഇറങ്ങാൻ എന്റെ മക്കളെ ഞാൻ സമ്മതിക്കില്ല. ഓ നേരം കളാതെ പൂട്ടി താക്കോല് കൊണ്ടുവാടാ. കരയാതെ മക്കളെ. സണ്ണി ഫൈനാൻസിയേഴ്സ്. എന്റെ വീട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ ഞാനിവിടെ പണം കൊണ്ടിട്ടത്. ഇനിയിപ്പോ അവരുടെ മുഖത്തെ ഞാൻ എങ്ങനെ നോക്കും? കുറെയൊക്കെ മര്യാദ വേണ്ടേ? എന്നാ പലിശയെങ്കിലും തരിക, അതുപോലുമില്ല. അയാളെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പണവും ചെലവാക്കി യുവമാര് കുടുംബസഹിത ഊരുറ്റുവാണോ എന്ന് ആർക്കറിയാം? എന്തൊരു കഷ്ടമാണിത്. കൊടുത്ത കാശിന് നടന്നു നടന്ന് കാലം തേഞ്ഞു. എന്റെ കാര്യം അത് തന്നെ. തിരിച്ചേണ്ട സമയം കേട്ട് മാസം 6 ആയി. നിങ്ങളൊക്കെ ഇങ്ങനെ ചേമ്പിലെ വെള്ളം പോലെ പറ്റില്ലെന്നേ. ബാംഗ്ലൂരും ബോംബെയിലും ഒക്കെ ഹോട്ടൽ തുടങ്ങാൻ പോകുന്ന ഞാൻ കേട്ടു. നമ്മുടെയൊക്കെ പൈസ ഉണ്ടല്ലോ ആടി കളിയൊക്കെ കളിക്കുന്നേ.